സംഘാടക സമിതിയുടെ ചെയർമാനും AIYF-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് ഷമാസ് ലത്തീഫിനും സംഘാടക സമിതിയുടെ പേരിൽ കൃതജ്ഞത നമ്മുടെ നാട്ടില് വർഗീയ വിദ്വേഷം പരത്തി ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തി നാട്ടിൽ ഉണ്ടാകുന്ന മുസ്ലിം ഹിന്ദു ഹൈന്ദവ ക്രൈസ്തവ സൗഹാർദ്ദത്തെ തകർത്ത് ഈ നാടിനെയും ഈ സമൂഹത്തെയും ഒറ്റപ്പെടുത്തുവാനുള്ള മുൻ MLA PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നൊരു പ്രതിഷേധ പ്രകടനം പോലീസ് നടത്തിയത്. നമുക്കറിയാം, ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പം നമ്മുടെ നാട്ടിൽ കീഴ്ക്കോടതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിരസിച്ചതോടൊപ്പം നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ജാമ്യാപേക്ഷ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി ആവർത്തിക്കില്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പം ജഡ്ജി പറഞ്ഞത്, നിങ്ങൾ നിരന്തരം ഇങ്ങനെ കുറ്റകൃത്യം നടക്കുകയാണ്. കോടതി പറഞ്ഞിട്ട് പോലും അതനുസരിക്കാതെ കുറ്റകൃത്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം അദ്ദേഹം പ്രതീക്ഷിച്ചു. നമ്മളോർത്തു ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെങ്കിൽ നമ്മൾ പ്രതിഷേധം നടത്തിയത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന നമ്മുടെ ഹൈക്കോടതി പറയുന്നു അദ്ദേഹത്തിന് ജാമ്യത്തിനൊരിക്കലും അവകാശമില്ല. അദ്ദേഹത്തിന് മതസ്പർദ്ധ വളർത്തുന്നതിൽ 3 വർഷമാണ് നമ്മുടെ കോടതികൾക്ക് അദ്ദേഹത്തിനെതിരെ ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുറ്റകൃത്യത്തിന് വേണ്ടി സാമ്പത്തികം മുടക്കി അദ്ദേഹത്തിന് പുറത്തു വരാം. കോടതി പറഞ്ഞത് ഈ 3 വർഷം പോലും അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്താൽ പോരാ. കേന്ദ്ര ഗവൺമെൻറ് ഈ വിദ്വേഷം നടത്തുന്നവർക്കെതിരെ അതിശക്തമായ വിധി പുറപ്പെടുവിക്കണമെന്ന് പോലും ഹൈക്കോടതി ജഡ്ജി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ ഈ ജാമ്യം തള്ളപ്പെട്ടത്. നാം മനസ്സിലാക്കുന്ന നമ്മുടെ നാട് ഈരാറ്റുപേട്ടയിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രകടനം നടക്കുന്നിടത്ത് എല്ലാ സമുദായങ്ങളും ഒന്നിച്ചു പാർക്കുന്ന ഒരു പ്രദേശമാണ്. ക്രൈസ്തവ ദേവാലയവും ഹൈന്ദവ ദേവാലയവും മുസ്ലിം ദേവാലയവുമൊക്കെ ഒരു ചുറ്റളവിൽ ഒരു 100 മീറ്ററിനുള്ളിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നാട്. ഈ നാട്ടിൽ ഇത്രയൊക്കെ PC ജോർജ് വർഗീയ പരാമർശം നടത്തുമ്പോഴും ഈ നിമിഷം വരെ
PC-യോടിനെതിരെ ആരെങ്കിലും റോഡിലെങ്കിലും പ്രതിഷേധം നടത്തുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു കല്ലെറിയുവാനോ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്താൻ ഈ നിമിഷം വരെ ആരും തയ്യാറായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുഴുവൻ പാർട്ടികളും ജനാധിപത്യ രീതിയിലുള്ള സമരമാണ്. നമുക്ക് അഭിമാനമുണ്ട്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഒരു പരാതിയുമായിട്ട് വന്നപ്പം അവരത് ഇവിടുത്തെ നിയമപാലകർ അത് അംഗീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ഈരാറ്റുപേട്ട. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ജാമ്യം വീണ്ടും സമർപ്പിച്ചു. ജാമ്യാപേക്ഷ തള്ളപ്പെട്ടു. വീണ്ടും ഹൈക്കോടതിയിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഇവിടുത്തെ നിയമപാലകരോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം.